സർജറിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഒന്ന് ഓപ്പൺ സർജറി, തുറന്നുള്ള വയറോ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളോ തുറന്നിട്ടുള്ള ശസ്ത്രക്രിയ. രണ്ടാമത്തത് മിനിമൽ ആക്സസ് സർജറി. മിനിമൽ ആക്സസ് സർജറി എന്ന് പറയുന്നത് തുറന്നിട്ടുള്ള ശസ്ത്രക്രിയ തന്നെ നമ്മൾ ചെറിയൊരു ഹോളിലൂടെ സുഷിരത്തിലൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്ത് ഉള്ളിൽ വെച്ച് ചെയ്യുന്ന ശസ്ത്രക്രിയ. അതിനാണ് മിനിമൽ ആക്സസ് സർജറി എന്ന് പറയുന്നത്. മിനിമൽ ആക്സസ് സർജറിയെ വീണ്ടും നമുക്ക് പല വിഭാഗങ്ങളായി തിരിക്കാം. അതിലൊന്നാണ് ലാപ്രോസ്കോപ്പിക് സർജറി. ലാപ്രോസ്കോപ്പിക് സർജറി കൂടാതെ പുതുതായിട്ട് നമുക്കുണ്ടാകുന്ന മറ്റ് സംവിധാനങ്ങളാണ് വാറ്റ്സ് എന്ന് പറയുന്നത്. വാറ്റ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ അസിസ്റ്റഡ് തൊറക്കോസ്കോപ്പിക് സർജറി. പിന്നെ അതുപോലെ തന്നെ വേറൊരു സർജറിയാണ് പുതുതായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, റോബോട്ടിക് സർജറി. അപ്പോൾ ഇത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. റോബോട്ടിക് സർജറിയും ലാപ്രോസ്കോപ്പിക് സർജറിയും ഒന്ന് തന്നെയാണോ എന്നുള്ളത്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ റോബോട്ടിക് സർജറി ലാപ്രോസ്കോപ്പിയുടെ അല്ലെങ്കിൽ മിനിമൽ ആക്സസ് സർജറിയുടെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ചെറിയൊരു സുഷിരത്തിലൂടെ അകത്ത് ഇൻസ്ട്രുമെന്റ്സ് കടത്തി ഓപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ തീരുന്നു അതിനുമായിട്ടുള്ള ബന്ധം. ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ചെറിയൊരു സുഷിരത്തിലൂടെ കടത്തി ഓപ്പറേറ്റ് ചെയ്യുന്നു മാത്രമല്ല, വയറിനകത്തോ അല്ലെങ്കിൽ ശരീരത്തിന് വേറെ ഒരു ഭാഗത്തോ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച് ഒരു ബലൂൺ പോലെ അത് വീർപ്പിച്ച് അതിന് സർജറി ചെയ്യാനുള്ള സ്പേസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയും റോബോട്ടിക് സർജറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തീരുന്നു ലാപ്രോസ്കോപ്പിയും റോബോട്ടിക് സർജറിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതുമായിട്ടുള്ള താരതമ്യം.